നിങ്ങൾ ജോലി ക്വിറ്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ട ഒരാളുടെ കഥ പറയട്ടെ. എൻ്റെ സ്വന്തം കൊളീഗാണ്. ഞാനും അവനും ഒരു കമ്പനി വർക്ക് ചെയ്താണ് ഒരു സമയത്ത്. സോ അവൻ ആ സമയത്ത് 15K 15K സാലറി ആയ ഇൻറ്റേൺ ആയിരുന്നു. അവൻ ഡിസൈൻ മാത്രം നോക്കിയിരുന്ന ഇൻറ്റേൺ ആയിരുന്നു. പിന്നെ അപ്പോൾ അവൻ അവിടെ നിന്ന് 8 months കഴിഞ്ഞിട്ട് ജമ്പ് ചെയ്ത് വേറൊരു കമ്പനി കയറി. ഇപ്പോൾ കറൻ്റ്ലി ഏകദേശം $2,000 to $3,000 വെറുതെ വീട്ടിലിരുന്ന് പാസീവായിട്ട് അവൻ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അതുകൂടാണ് അവൻ്റെ 2-3 പ്രൊഡക്ട്സ് അവന് നല്ല ഒരു എമൗണ്ടിന് വിറ്റ് പോയിട്ടുണ്ട്. നമ്മുടെ ട്വിറ്ററിൽ എൻ്റെ സാസിനൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ആക്റ്റീവായി നോക്കിയാണ്. അപ്പോഴാണ് ഞാൻ ഇവൻ്റെ പ്രൊഫൈലാണ് ഞാൻ കുറേ നാളായിട്ട് ഇവനെ കണ്ടത്. അപ്പോൾ ഇവനെ ഹിറ്റ് ചെയ്ത് ഇന്ന് രാവിലെ ഞാൻ അവനോട് കോൾ ചെയ്ത് അപ്പോൾ അവൻ എന്നോട് ഷെയർ ചെയ്തു, അവൻ്റെ സ്റ്റോറി എന്നോട് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്കത് ഇച്ചിരി ഇൻസ്പിറേഷനലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യണത്. അപ്പോൾ എന്താണ് അവൻ ചെയ്തത്, എന്ത് ടാക്ടിക്സ് അവൻ ചെയ്തത് ഇത്ര എമൗണ്ട് ഉണ്ടാക്കാൻ? അവന് യങ് ആണ്, ഒരു 22 ഇപ്പോൾ 23 ആയിട്ടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അവൻ ഇത്ര യങ് ഏജിൽ അവൻ ഇത്ര അച്ചീവ് ചെയ്തു, അതും ജോലിയൊക്കെ ക്വിറ്റ് ചെയ്തിട്ട്. അവൻ ഈ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, 3rd year ആയപ്പോൾ എന്തോ ഡ്രോപ്പ് ഔട്ട് ചെയ്തവൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നടന്നെന്നുള്ളൊരു ഫുൾ സ്റ്റോറി. ഇച്ചിരി ലോങ് ആയിരിക്കും വീഡിയോ, പക്ഷേ ഇറ്റ്സ് വേർത്ത് ഇറ്റ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറിലേക്ക് കിടക്കാം. സോ എൻ്റെ കോളേജിൻ്റെ നെയിം ഇതിൽ പറയണില്ല. സോ എസെൻഷ്യലി വാട്ട് ഹി ഹാസ് ഡൺ ഇസ് ദാറ്റ് ഇവന് കോളേജിൽ ചേർന്ന്, പക്ഷേ പകുതി വെച്ചിട്ട് എനിക്ക് കോളേജ് അധികം ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സ്കിൽ ബേസ്ഡ് അവനിക്ക് അതിലേക്ക് മാറാനായിരുന്നു ഇഷ്ടം. അപ്പോൾ അത് കാരണം പകുതി വെച്ചിട്ട് നമ്മുടെ കമ്പനി ജോയിൻ ചെയ്ത് 15K സാലറി അവൻ ഡിസൈനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഒരു 8 മാസം അവൻ അവിടെ തന്നെ വർക്ക് ചെയ്ത് അതിനിട്ട് ക്വിറ്റ് ചെയ്ത് എന്നിട്ട് വേറൊരു കമ്പനി കയറി. അത് സാലറി എത്ര അറിഞ്ഞു. അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവന് 2-3 കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവിടെ വെച്ചിട്ടാണ് അവന് പറഞ്ഞത് അവൻ്റെ ലൈഫ് കുറച്ചുകൂടി ചേഞ്ച് ആയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മുടെ ട്വിറ്റർ, ആ സമയത്ത് ട്വിറ്റർ, അതും പിന്നെ ഈ മീഡിയം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഈ ബ്ലോഗ് പോസ്റ്റ് എല്ലാം ഇടണ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിലും ഇവൻ പോസ്റ്റ് ചെയ്യാൻ പോകും റെഗുലർലി. ഈ എക്സിൽ അവനൊരു 4-5 പ്രാവശ്യം പോസ്റ്റ് ചെയ്യുമായിരുന്നു. അവനെനിക്ക് കാണിച്ചത് 8,000 മുകളിലാണ് അവനിക്ക് എക്സിൽ ടോട്ടൽ പോസ്റ്റ്, അത് 2 കൊല്ലത്തിൽ. അപ്പോൾ അവൻ എത്രത്തോളം പോസ്റ്റ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നുള്ളൂ. സോ അങ്ങനെ ഇരിക്കെ ഇവൻ ഈ മീഡിയവും എക്സിലും ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് തന്നെ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇവൻ ഈ സാസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഈ സാസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഡയറക്ടറീസ് ഇല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു സാസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെൻഡിങ് ആവണ ഈ സാസ് സോഫ്റ്റ്വെയർ, കറൻ്റ്ലി കാശ് ഉണ്ടാക്കുന്ന സാസ് സോഫ്റ്റ്വെയർ ഡാറ്റാബേസ്, മനസ്സിലായി. അപ്പോൾ അത് ഈ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റാബേസ് അവൻ ഉണ്ടാക്കി വെച്ചിട്ട് അത് വിറ്റ് തുടങ്ങി മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ. അതിൽ നിന്നൊരു 2 അവന് വിറ്റിട്ട നല്ലൊരു എമൗണ്ടിന് വിറ്റത്. അത് എത്ര എന്നോട് പറഞ്ഞില്ല, പക്ഷെ നല്ലൊരു എമൗണ്ടാണെന്ന് പറഞ്ഞ്. പിന്നെ ഒരു സാസി വർക്കൗട്ട് തന്നെയാണ് ഡാറ്റാബേസ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫിലിയേറ്റ് സാസ് ഒക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഒരു DB അതവന് ഏകദേശം എനിക്ക് എന്നോട് പറഞ്ഞു 70-80 പെയ്ഡ് യൂസേഴ്സ് ഉണ്ട്. അത് $30 പെർ മന്ത് ആണ് കേട്ടോ. അപ്പോൾ ആലോചിച്ച് നോക്കാം എത്ര എമൗണ്ട് അവൻ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതുകൂടാതെ ഈ മീഡിയത്തിൽ അവന് തുടങ്ങിയപ്പോൾ 1-2 പോസ്റ്റ് പെർ മന്ത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ChatGPT ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവൻ ഈ ന്യൂസിലും ടെക് ന്യൂസിലൊക്കെ വന്ന പുതിയ ന്യൂസൊക്കെ അവന് എടുത്തിട്ട് ഈ മീഡിയത്തിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ മീഡിയത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് പ്ലാറ്റ്ഫോമാണല്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് പോസ്റ്റൊക്കെ നമുക്ക് പെയ്ഡാക്കി നോക്കാം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്ക് കാശ് കിട്ടാൻ തുടങ്ങി. മീഡിയത്തിൽ നിന്ന് തന്നെ എനിക്ക് കാശ് കിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, എക്സിൽ ഇതൊക്കെ പബ്ലിക്കായിട്ട് ബിൽഡിൻ പബ്ലിക്കിൽ ഇവന് ചെയ്യുന്നതുകൊണ്ട് എക്സിലും ഇവന് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ സാസ് ഫൗണ്ടേഴ്സ്, ഈ US ഉള്ള സാസ് ഫൗണ്ടേഴ്സ് ഇവൻ്റെ ബ്ലോഗിൽ ഫീച്ചർ ചെയ്യാൻ വേണ്ടി എനിക്കൊരു നല്ല എമൗണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന് ഇപ്പോൾ കറൻ്റ്ലി 2K ഈ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ മാത്രം ഇവൻ $2,000 ഉണ്ടാക്കുന്നുണ്ട്. പ്ലസ് ഇവൻ്റെ സാസും പിന്നെ അക്വയർ ചെയ്ത 2 സാസ്. അപ്പോൾ ഇവൻ ഹീസ് മേക്കിംഗ് വെരി ഗുഡ്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞൊരു അഡ്വൈസ് ഉണ്ട്. എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഈ എക്സിൽ ഇവൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇല്ലേ, ആദ്യമൊന്നും വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 പോസ്റ്റിൻ്റെ ക്ലിക്കായി ഇവന് ഈ സാസിൻ്റെ ഒരു ചെറിയ വെയിറ്റ് ലിസ്റ്റൊക്കെ പോലെ അവൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആൾക്കാർ ഇതിലേക്ക് സൈനപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവന് പതിയെ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിങ്ങനെ സക്സസ് ആയി. ഒരു 2 കൊല്ലത്തിലാണ് ഇവന് ഇത്രത്തോളം ഒരു നല്ലൊരു എമൗണ്ട് അവനിക്ക് ഗെയിൻ ചെയ്യാനും പിന്നെ നല്ലൊരു ഫോളോവേഴ്സ്, എക്സിലൊക്കെ അവന് നല്ല ഫോളോവേഴ്സ് ഉണ്ട്, പിന്നെ മീഡിയത്തിലും നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അതൊക്കെ അവന് ഗെയിൻ ചെയ്യാൻ പറ്റിയത്. എല്ലാ ദിവസവും ഒരു ദിവസം കൂടി മുടക്കിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ കറൻറ്റ്ലി ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മീഡിയവും എക്സിലാണ് ഞാനിപ്പോൾ എൻ്റെ ഞാനിപ്പോൾ സാസ് ഫൗണ്ടറാണ്. അപ്പോൾ ഞാനാണ് അതിലാണ് പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമും ഇങ്ങനത്തെ ഒരു അവസരം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനത്തെ ഉപയോഗപ്പെടുത്തി തുടങ്ങുക. കാരണം
ഇന്ത്യൻ ക്ലയൻസ് അല്ല ഈ എക്സിലും മീഡിയത്തിലൊക്കെ കൂടുതലും US ക്ലയൻസ് ആണ്. ഈ US ക്ലയൻസിന് ഈ $10 $20 അല്ലെങ്കിൽ $200 ഒരു ബ്ലോഗ് പോസ്റ്റിന് $200 എന്തോ വാങ്ങണത്. അപ്പോൾ ഇതൊന്നും അവർക്ക് വലിയൊരു എമൗണ്ട് അല്ല. നമുക്ക് ചിലപ്പോൾ ഒരു $200 എന്ന് എത്രയായി, ഒരു 8-16 രൂപ അതിൻ്റെ അടുത്തായി. അപ്പോൾ അതൊക്കെ നമുക്കൊരു വലിയ എമൗണ്ട് ആണെങ്കിലും ഈ US ക്ലയൻസിനൊന്നും വലിയൊരു എമൗണ്ട് അല്ല, നമുക്ക് നല്ല റീച്ച് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് $10-20 സബ്സ്ക്രിപ്ഷനുള്ള സാസ് അതാകുമ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി ട്രെൻഡിങ് ആണ്. ഇപ്പോൾ വൈബ് കോഡൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇത് കറക്റ്റ് സമയം നിങ്ങൾ ഈ സാസിലും ഇതിലൊക്കെ നിങ്ങൾക്ക് കയറി പറ്റാൻ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം മുതലെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി. ഇഫ് യു ആർ നിങ്ങൾക്ക് കുറച്ച് കോഡിങ് അറിയെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ഓപ്പർച്യൂണിറ്റി വേറില്ല. നിങ്ങൾ ഇപ്പോൾ കറൻറ്റ്ലി ഒരു വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു സാസ് ബിൽഡ് ചെയ്യാൻ എനിക്ക് ഏകദേശം 5 to 6K ആയുള്ളൂ മാക്സിമം. നിങ്ങൾക്ക് അതിലും ചുരുക്കം ഒരു 2000-ൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ഈ വെബ് ആപ്പാണോ അല്ലെങ്കിൽ ഈ iOS ആപ്പാണോ അതാണെങ്കിൽ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ അത് മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ വൈബ് കോഡിങ് ടൂൾസ് ഇപ്പോൾ ആൻറ്റിഗ്രാവിറ്റിയിൽ നിങ്ങൾക്ക് ക്ലൗഡ് കോഡൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ബോട്ട്നെറ്റ് അങ്ങനത്തെ കുറേ ടൂൾസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വൈബ് കോഡ് ചെയ്തിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യരുത്. ഒരു ചെറിയൊരു 1 week 2 week തന്നെ നിങ്ങളുടെ ഒരു MVP ഒന്ന് ലോഞ്ച് ചെയ്ത് അത് വർക്കൗട്ടാവുമെന്ന് നോക്കുക. വർക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഐഡിയ അതിലേക്ക് പോവുക. ഓക്കെ, സോ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു ഇൻസൈറ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.